എന്ത് ചെയ്തിട്ടായാലും എനിക്കൊന്ന് വൈറലാകണം. ലവ് മാരേജ് ആർ അറേഞ്ച്ഡ് മാരേജ്? ലവ് മാരേജ് അധികം ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ സെക്സ് വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ സർജറി ചെയ്തത്. അതിന് പറയാൻ മടിയില്ല. കാരണം എനിക്ക് പൈസ കൊണ്ട് നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഫീദ് എന്ന ആദ്യത്തെ പേര്. മോനെ വേദന നോക്കാണ്ട് നമുക്ക് മാറണം എന്നുള്ള രീതി. കാരണം എനിക്ക് ആണായി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പോയ സമയത്ത് ഒരു ഏച്ചി അതാണ് 9 നിൽക്കുന്ന മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ എപ്പോൾ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെടാത്തവരോട്. അതെങ്ങനെയാണെന്ന് ക്യാമറ കാണിക്കും. നമസ്കാരം. അൺഹെഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആസിയ. വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന എൻ്റെ യാത്ര തുടങ്ങിയിട്ട് നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും വളരെ വലുതാണ്. അതിന് ആദ്യം തന്നെ ഹൃദയത്തിൽ നിന്നും നന്ദി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിൽ തൻ്റെ സംസാര ശൈലി കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും വൈറലായ ഒരാളാണ്. ഇതാണ് ഞാൻ ഇന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ ഐഡൻറ്റിറ്റി ചേർത്ത് പിടിച്ച ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി, ഫർസാന നസ്രിൻ. നമുക്ക് ഫർസാനയെ ഷോയിലോട്ടേക്ക് സ്വാഗതം ചെയ്യാം. ഫർസാന, സ്വാഗതം. സ്വാഗതം. ഫർസാന, എന്തൊക്കെയാണ് വിശേഷം? നല്ല റീലും ഫുഡ് എക്സ്പ്ലോറിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. തലശ്ശേരി ഏരിയ ആണെന്ന് തോന്നുന്നില്ലേ മെയിൻ ഏരിയ എന്ന് പറയുന്നത്? തലശ്ശേരി, മാട്ടൂല്, തളിപ്പറമ്പ്, ആ ഒരു ഏരിയ. ഫർസാനൻ്റെ സംസാരങ്ങളിൽ കൂടുതൽ ഉയ് എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കാറുണ്ട്. കൂടുതലും ഞാൻ ക്യാച്ച് ചെയ്തിട്ടുള്ളത് നമ്മളെ തലശ്ശേരി സ്ലാങ് കേട്ടിട്ടാണ്. അത് വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണോ അതോ? അല്ലല്ല, എൻ്റെ ഉമ്മാമ ആ ഒരു വർത്താനാന്ന് പറയാം പണ്ട് തൊട്ടിട്ട്. അപ്പോൾ ഉമ്മാമൻ്റെ വർത്താനം പണ്ട് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അത് ക്യാച്ച് ചെയ്തിട്ട് എന്താ അറിയില്ല, ആ ഒരു വർത്താനം എനിക്കുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ കുറച്ചും കൂടി റീസൺ ആയെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ വർത്താനം അധികമൊക്കെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് എവിടെ പോകുന്നത്, സുകന്യ, ആ ഒരു വർത്താനം. കാരണം പ്രത്യേകിച്ച് കണ്ണൂരാതെ വർത്താനം എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ അത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടീവാണ്. സുകന്യ അതിനകത്ത് തന്നെ ഉണ്ട് നമ്മളെ ഒരു ഏരിയയിലുള്ള ഒരു സംസാരം. ഇൻസ്റ്റഗ്രാമിലോട്ടേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം ഏതാ? ഇൻസ്റ്റയിൽ വരാൻ കാരണം വെച്ചാൽ ഒന്നുമില്ല, ഞാൻ വ്ളോഗായിട്ട് തുടങ്ങിയതല്ല, ഞാൻ ജസ്റ്റ് റീൽസ് വഴി വന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് എനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റിയിൽ നിൽക്കണമെന്ന് തോന്നി. അതായത് റീൽസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, എന്താ പറയുക, നമ്മൾ സംസാരിക്കുക, വെറുതെ ജസ്റ്റ് അങ്ങനെ സംസാരിച്ച് പഠിത്തം സഹായിച്ച് ഇപ്പം ഇങ്ങനെ എത്തി. മാഷാല്ലാ. അപ്പോൾ ഇപ്പം ഫർസാൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ 50K മേലെ ഉണ്ടല്ലേ? ആ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പോൾ എന്താ ഒരു ഫീലിങ്സ് തോന്നുന്നത് ഫർസാനക്ക്? എന്താ വെച്ചാൽ ഞാനൊരിക്കലും ഇങ്ങനെ സപ്പോർട്ട് ആൾക്കാരെന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന വർത്താനം ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്, എന്താ പറയുക, നിങ്ങളെ എന്താ പറയുക, ആ ഒരു എന്താ പറയുക, നിങ്ങൾ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ, വേറെ ഒന്നുമല്ല സാധാരണ ലേഡീനെ പോലെ തോന്നും. അങ്ങനെയെല്ലാം പറഞ്ഞാൽ അധികം എനിക്ക് കൂടുതൽ മെസ്സേജ് അയക്കുന്ന ലേഡീസാണ്. ജെൻസിന് മെസ്സേജ് കുറവാണ്. എന്നാലും എൻ്റെ ഫോളോവേഴ്സിന് എനിക്ക് തോന്നുന്ന ലേഡീസ് തന്നെ കൂടുതലുള്ളത്. ഫർസാന ഒരു മാറി വന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ ഞാനും ആദ്യമൊന്നും ഞെട്ടിയിട്ടില്ലായിരുന്നു. അതൊരു വോയിസ് ഒന്നും നമുക്ക് ഒട്ടും തന്നെ മനസ്സിലാവാത്ത ഒരു രീതിയിലാണുള്ളത്. അപ്പം ഇപ്പം നമ്മളൊരു വിചാരിച്ച ഒരു സ്ഥലത്തോട്ടേക്ക് എത്തിപ്പോൾ ഈ ഡിജിറ്റൽ ക്രിയേഷനിലൂടെ ഫർസാന ഇത്രയും ഫോളോവേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുത്തല്ലോ. അപ്പം ആ ഒരു ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നോ മുമ്പ് എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ എന്നെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് ഞാൻ ഒരു ഫണ്ടായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ എത്തും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷം. കണ്ടന്റ് ക്രിയേഷനിൽ ഫർസാനയുടെ ഇൻസ്പിറേഷൻ ആരാ? ഞാൻ തന്നെ. ഞാൻ ഒരാളെ കണ്ട് കോപ്പി അടിക്കാൻ നിൽക്കില്ല, എൻ്റെതായ രീതിയിൽ ഞാൻ സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. അതെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് വരും. ഒന്ന് വേറെ പണിയൊന്നുമില്ല, വേറെ പണിക്ക് പോയിക്കൂടെ. ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ഫർസാനിൻ്റെ അഭിപ്രായം എന്താ? സിമ്പിളാണെന്ന് കാണുന്നവർക്ക് തോന്നും, പക്ഷെ അതിന് ഒരുപാട് എഫേർട്ട് അമ്മ എടുക്കുന്നുണ്ട്. അത് എഡിറ്റിംഗ് ആവട്ടെ, ചിലപ്പോൾ ടേക്ക് തന്നെ ആവട്ടെ, ചിലപ്പോൾ പറഞ്ഞ തെറ്റിപ്പോവും, പിന്നെ പബ്ലിക്കിന് ഒന്നും എടുക്കാൻ ചിലപ്പോൾ ചമ്മലെല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡാക്കല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആരും ഒന്നും പറയില്ല. കാരണം ആരും എനിക്ക് കൊണ്ടുതരുന്നില്ലല്ലോ, ഞാൻ തന്നെ നയിക്കണ്ടേ. അങ്ങനെ വെച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. പിന്നെ സപ്പോർട്ടിനായിട്ട് ഉമ്മയുണ്ട്, ഫാമിലി ഉണ്ട്. ഇനി ആരും ഇല്ലെങ്കിലും എന്നെ ചേർത്ത് പഠിക്കാൻ എൻ്റെ ഫാമിലി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ അപ്പോൾ ഒരിക്കലും എളുപ്പമല്ലല്ലോ അല്ലേ? അല്ല. അപ്പോൾ വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇത് വലിയൊരു പണി തന്നെയാണ്. അതെ, അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാവും ആൾക്കാർക്ക്. കുട്ടിക്കാലത്തെ ഫർസാനയും ഇപ്പോഴത്തെ ഫർസാനയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താ? ചെറുപ്പത്തിൽ ഞാൻ ആണായിട്ടാണ് നിന്നത്. പിന്നെ അന്നേരം ഞാൻ കളിക്കാൻ പോകുന്ന സമയത്തിൽ ചങ്ങായി ഇവിടെ കളിക്കാൻ പോകുമ്പോൾ ചോദിക്കും ആ സമയത്ത്, നീ എന്തെങ്കിലും പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നത്, നടക്കുന്നത്, എന്താ പെണ്ണുങ്ങളെ പോലെ കുണുങ്ങുന്നത് എന്താ, നീ ആണുങ്ങളെ പോലെ കളിക്കുക. അന്നേരമെല്ലാം ഞാൻ വിരിച്ച് ഓക്കെ, അതെനിക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. പിന്നെ 10ാം ക്ലാസ്സെല്ലാം കഴിഞ്ഞ സമയത്ത് മനസ്സിലായി ഞാൻ ആണല്ല. അന്നേരം ആ സമയം എൻ്റെ കൂടിയിൽ പെൺകുട്ടിയുടെ വർത്താനം പറയുന്നത്, നടക്കുന്നത്,
അപ്പോൾ കളിയാക്കലെല്ലാം ഉണ്ടായിനി. പിന്നെ +2 ഏകദേശം എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ആണായിട്ട് നിൽക്കാൻ കഴിയില്ല. പിന്നെ ജെൻഡറിലേക്ക് മാറി. ഒരുപാട് ബുദ്ധിമുട്ട് ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബുദ്ധിമുട്ട് ചങ്ങായിമാരുടെ അടുത്തുനിന്നായാലും ഒരുപാട് ഇപ്പോൾ ഉണ്ട്, ആൾക്കാർ ഹറാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞാൻ മൈൻഡാക്കുന്നില്ല. കാരണം മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ സമൂഹത്തിൽ? ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം ഇൻസ്റ്റയിൽ വന്ന സമയത്ത് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യല് പണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് വൾഗറായിട്ട് സംസാരിക്കും, വൾഗറായിട്ടുള്ള വീഡിയോസ് ചെയ്യല്, എക്സ്പോസിങ് ആയിട്ട്. ആ ടൈം ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്, ആൾക്കാർ പറയും എന്തിനിങ്ങനെ. അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ വിരിച്ച് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ആൾക്കാരൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ ഞാൻ പറഞ്ഞാൽ പോരെ എന്നുള്ള രീതിക്ക്. അതിനുശേഷം ഈ റീൽസും വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ പിന്നെയും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ തോന്നുന്നു. ആദ്യ കാലങ്ങളിൽ തന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയാലും കാണുമ്പോൾ ഒരു പുച്ഛം പോലെയൊക്കെ ആൾക്കാരുടെ മുഖത്തുണ്ടാവും. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ മൈൻഡാക്കുന്നില്ല, കാരണം ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പോകുന്നത്. ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. 10 പഠിക്കുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷെ മാറിയത് +2 ശേഷം. ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് തിരിച്ചറിഞ്ഞ സമയത്ത് പിന്നെ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലീനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ ഇത് അറിയിക്കണം എന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം? ആ സമയത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പം ഞാൻ അവരോടൊക്കെ സംസാരിച്ചു, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ആകാൻ പറ്റുന്നില്ല. ആ സമയത്ത് തോന്നുന്ന ഒരു അനന്യ അലക്സ് കുമാരി പറഞ്ഞൊരു ട്രാൻസ് വുമൺ സൂയിസൈഡ് ചെയ്തത് എറണാകുളത്തുള്ളത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പം അന്നേരം ആ ടൈം എനിക്ക് സർജറിനെ പറ്റി അറിയില്ല ഉണ്ട് എന്നുള്ളത്. പിന്നെയാണ് ഇതിൽ മനസ്സിലായത് സർജറി ചെയ്ത് നമുക്ക് മാറാൻ പറ്റും രീതിക്ക്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, ഉമ്മ ഇങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം വീട്ടിൽ നിന്ന് എന്തായാലും പറയുന്ന സമയത്ത് പ്രശ്നമുണ്ടായല്ലോ, ഉമ്മ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ ആ ഒരു രീതിക്ക്. പിന്നെ അതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എറണാകുളത്തേക്ക് പോയി ഒരുപാട് ആൾക്ക് കോൺടാക്റ്റ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് അവിടെ ഷെൽട്ടർ ഹോം എന്നൊരു ഹോമുണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന സർക്കാരിൻ്റെ. അവിടെ നിന്ന് പിന്നെ അവിടുന്ന് പിന്നെ നമ്മളിതിൽ അമ്മ മക്കൾ ബന്ധം അങ്ങനെ ഇതുണ്ട്. അപ്പം അങ്ങനെ ഒരിടത്ത് പോയി അവിടുന്ന് എന്നെല്ലാം മാറി പിന്നെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഉമ്മ അക്സെപ്റ്റ് ചെയ്തു, ഉമ്മക്ക് മനസ്സിലായി. ഉമ്മ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തു? പെട്ടെന്നില്ല, ഞാൻ മാറിയിട്ട് ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ എറണാകുളത്തിൻ്റെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ഉമ്മ കരഞ്ഞു, നീ വാ, നീ പഴയതുപോലെ ആണായിട്ട് തന്നെ ജീവിക്കാൻ പറഞ്ഞാൽ എനിക്ക് ആവില്ല എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഉമ്മ പോയി. പിന്നെ സർജറിയൊക്കെ ചെയ്ത് മാറിയപ്പോൾ ഉമ്മക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഉമ്മ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾ എത്ര മക്കളാണ് വീട്ടിൽ? ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാൾ മാത്രമേ ഉള്ളൂ? ആടും പെണ്ണായിട്ട് ഞാനേ ഉള്ളൂ. അവരുടെ എല്ലാം മുമ്പ് ഇത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ മറ്റുള്ള നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ് വുമൺ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ മിക്കവരും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാതെ. ഞാനൊരു എക്സാമ്പിൾ പറയണേ, ഇപ്പം നമ്മളെ ആദില നൂർ, അവർ LGBT കമ്മ്യൂണിറ്റിയിലുള്ളതാ. അവരെ പോലും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തില്ല, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ഫാമിലീസ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഫർസാനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഞാനൊരു എന്താ പറയുക ഭാഗ്യമുള്ള ഒരാളാ അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടാവല്ലോ? ഭാഗ്യമുള്ള ആളെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഉമ്മ അക്സെപ്റ്റ് ആണ്. എന്നാലും പക്ഷെ എൻ്റെ തൊട്ട അയൽവാസികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയോ പറയും, ഉമ്മക്ക് പെട്ടെന്ന് വിഷമം വരും ചില നേരങ്ങൾ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് പറയും ഉമ്മാനോട് ദേഷ്യം പിടിക്കും, അങ്ങനെയാണ് ഇങ്ങനെ. എന്താണെന്ന് എനിക്കറിയില്ല. ഉമ്മ അക്സെപ്റ്റ് ആണ്. പക്ഷെ എന്നാലും ഉമ്മാക്ക് 3-4 ഏട്ടന്മാരുണ്ട്. ഏട്ടന്മാർ അത്ര പോരാ, എന്നാലും 50-50 ആണ്, കുഴപ്പമില്ല. എന്നാലും കുടുംബത്തിൽ അംഗീകരിച്ചിട്ട് എല്ലാ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ പോവാറില്ല? ഇല്ല, ഞാൻ പോകില്ല. ഞാൻ പോകാത്ത എന്താ വെച്ചാൽ, കാരണം ഫംഗ്ഷന് നടക്കുമ്പം ചിലപ്പോൾ എന്നെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഉമ്മാക്ക് വിഷമമാവും. അതുകൊണ്ട് ഞാനായിട്ട് മാറിയിരിക്കും. ഫംഗ്ഷന് പോക്കുണ്ട്, എല്ലാവരും പരിപാടിയും കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും ഫംഗ്ഷന് വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് മാത്രം കയറിക്കും. എന്ന് വെച്ചാൽ ഫർസാന സമൂഹത്തെ അഭിമുഖീകരിക്കാൻ പേടിക്കുന്നുണ്ടോ? പേടിയല്ല, കാരണം വേറൊരാളെ ലൈഫോ വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചിട്ടാണ്. കാരണം ഉമ്മാക്കായാലും ഉമ്മാൻ്റെ ഇതിനടുത്ത് ഉമ്മാൻ്റെ പങ്ങളെ മോളെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിന്. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിന്. അപ്പം എൻഗേജ്മെൻറ്റിന് ഓളെ പാർട്ട്ണർ എൻ്റെ കൂടെ പഠിച്ചതാണ്, അതായത് എൻ്റെ സീനിയറാണ്. അപ്പോൾ അവനിക്കറിയാം എന്നെ ഓൾറെഡി എന്താണെന്നുള്ളത്. അതുമല്ല അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. കാരണം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ടാണ്, വേറെ ആൾക്കാരെ പേടിച്ചിട്ടല്ല. കാരണം ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് വേറൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ, അത് നല്ലൊരു ചിന്താഗതിയാണ്. ഫർസാൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? അങ്ങനെ ചോദിച്ചാൽ, ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത് എറണാകുളത്ത് ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്കൊരു എന്നെ അനിയത്തീനെ പോലെ കാണുന്നൊരു ചേച്ചിയുണ്ട്, എമീന പേര്. അപ്പോൾ ആ വ്യക്തിൻ്റെ കൂടെ ഞാൻ താമസിച്ചത്. എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. കണ്ണൂരിൽ വന്നപ്പോൾ അന്നേരം ആ സമയം എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസയില്ല, റൂം റെൻറ്റ് കൊടുക്കാനോ വാടകക്കൊന്നിനും പൈസയില്ല. അപ്പോൾ ആ സമയത്ത് ഏച്ചി പാർട്ട്ണറായിട്ട് താമസിക്കുന്ന. അപ്പോൾ ആ ഏച്ചി എന്നെ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നിന്നോ, ഞാൻ അനിയത്തിനെ പോലെ നോക്കാൻ പ്രശ്നമില്ല, ഉള്ള കഞ്ഞിയും വെള്ളം കുടിച്ച് എന്താ കഞ്ഞി പയറങ്ങ് പയർ അങ്ങനെ നിൽക്കാൻ വെച്ച് അങ്ങനെ അയച്ചിൻ്റെ കൂടെ ഒന്ന് ആദ്യം നിൽക്കാൻ എനിക്ക് കുറച്ച് ഇതുണ്ടായിന്. കാരണം അറിയില്ല ഒന്നാമത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ താമസിച്ച വീട് എന്ന് പറയുമ്പോൾ മറ്റേ വാർപ്പിട്ട വീടൊക്കെയാണ്. അപ്പം വാടക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ബഡ്ജറ്റ് കുറഞ്ഞിട്ട് കിട്ടുമ്പോൾ നല്ല വലിയ വീടൊന്നും കിട്ടില്ല. അപ്പോൾ ഈ വീട് ഓടിട്ട വീടാണ്. എന്നാലും എനിക്ക് ആദ്യത്തെ 2-3 ദിവസം ഓടിട്ട വീട് മാത്രമല്ല, ആ ഒരു ഏരിയ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല,
എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ എന്നോട് തന്നെ പറഞ്ഞ്, കാരണം ജീവിച്ചല്ലേ പറ്റൂ, അത് ഏത് സാഹചര്യത്തിലായാലും സാഹചര്യം മനസ്സിലാക്കി ജീവിക്കണമെന്ന് ഞാൻ പഠിച്ചു. അതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി മനുഷ്യന്മാരാകുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഇണങ്ങി മാറണം. അതെന്ത് സാഹചര്യം വന്നാലും, അതിപ്പോൾ ഈ റോട്ടിൽ കിടക്കേണ്ട അവസ്ഥ വന്നാലും അതിനനുസരിച്ച് ജീവിക്കേണ്ടി വരും നമ്മൾ. സ്വന്തം പേര് ഫർസാന എന്ന് തിരഞ്ഞെടുക്കുന്നതിന്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഇല്ല, ഞാൻ തന്നെ എനിക്ക് എന്താ അറിയില്ല, ഫർസാന ഒരു പേര് ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഫർസാന എന്നുള്ള പേര് വന്നു. ഞാൻ തന്നെ ഫർസാന എന്നല്ലേ വെറൈറ്റി പേരായിട്ട് ഇട്ടിട്ടുണ്ട്. മുമ്പത്തെ പേര് റിവീൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? മുഫീദ് എന്ന ആദ്യത്തെ പേര്. ഫർസാനേൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതായിരുന്നു? സന്തോഷം തോന്നി ഞാനിങ്ങനെയായി, എന്നെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനാന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് എന്താ പറയുക, ഞാൻ ഒരു ഒറ്റ ജെൻഡറിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷം. അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. ഫർസാനയുടെ സിഗ്നേച്ചർ ഫാഷൻ എന്താ? ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ സിഗ്നേച്ചറായിട്ട്, അതെന്താ? എനിക്ക് തോന്നുന്നു എന്നെ എല്ലാവരും ക്യാച്ച് ചെയ്യുന്നത് എൻ്റെ ഭർത്താൻ തന്നെയാണ്. ഭർത്താനെ നോക്കുന്നല്ലായിരുന്നു. ചെറുതിലൊക്കെ മുഫീദ് പേര് പറയുന്നിടത്ത് കുഴപ്പമില്ലല്ലേ? മുഫീദ് ആയിരുന്ന സമയത്ത് ആരെങ്കിലും ഡ്രസ്സ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഫർസാനക്ക് എന്തായാലും ഒരു തോന്നലുണ്ടാവില്ല, എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ തോന്നിയ ഏതെങ്കിലും ഒരു സ്റ്റൈലോ കാര്യങ്ങളോ ഉണ്ടോ? ആ ടൈം ഇങ്ങനെ റീൽസ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ സാരി ഉടുക്കുന്ന ആ ടൈം, അന്നേരം ഇങ്ങനെ സാരി ഉടുത്തു. അപ്പൊ ആരും കാണാതൊക്കെ കണ്ണാടി. അല്ല, നമ്മൾ പൊതുവെ പെൺകുട്ടികളാണെങ്കിലും ചെറുതിലും മുതിർന്നവരനുസരിച്ചിട്ട് സാരി അതുപോലെ ചെയ്യുമായിരുന്നു അല്ലേ? ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഫർസാൻ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്ന സാധനം എന്തായിരിക്കും? ലിപ്സ്റ്റിക്ക്, പിന്നെ ബാഗ്, പെർഫ്യൂം, പിന്നെ അങ്ങനത്തെ ഐറ്റംസ്. ഫർസാൻ ഒരു ഭക്ഷണപ്രിയാണോ? ചോദിച്ചാൽ ആദ്യത്തൊന്നും നല്ലോണം തിന്നും. ഞാൻ കൂടുതലും ഫർസാനേനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടത് കൂടുതലും ഫുഡ് എക്സ്പ്ലോറിങ് വീഡിയോസാണ്. ഒരുപാട് നല്ല സ്പോട്ടുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇഷ്ടമാണോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഭയങ്കര ഇഷ്ടമാണോ? ഫുഡ് ഇഷ്ടമാണ്, പക്ഷേ ഓവർ തിന്നരുതെന്ന് ഞാൻ പറയാം എന്നോട് തന്നെ. കാരണം ഞാൻ ആദ്യം ഇത്രയും തടിയില്ല. എനിക്ക് തോന്നി ഫുഡ് ബ്ലോഗിന് ശേഷം ഞാൻ നല്ല തടി വെച്ചത്. ജിമ്മിൽ പോകാറുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യില്ല. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗ്രീൻ ടീ കുടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്ന സമയത്ത് മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? സൺസ്ക്രീം. ഒരിക്കലും മറക്കാതെ ചെയ്യുന്ന കാര്യമാണ്. ഫർസാനയുടെ ജീവിതത്തിൽ എന്താ പറയുക, സൗഹൃദങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ട്? ഞാൻ ആരുമായിട്ട് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കില്ല. കാരണം 50-50. ഞാൻ ആരായിട്ടും, അതിപ്പോൾ വീട്ടുകാരായാലും ഞാനൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കും. കാരണം എപ്പോൾ എന്താ സംഭവിക്കാൻ പറ്റില്ല, മനുഷ്യന്മാരുടെ സ്വഭാവം എപ്പോൾ മാറുന്നു പറയാൻ പറ്റില്ല. അതിനനുസരിച്ച് ഞാൻ നിൽക്കുള്ളൂ ആരായിട്ട്. ഓവർ അങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ നന്ന ചാന്ന് കൊടുത്താൽ ചിലപ്പോൾ ഞാൻ തന്നെ സങ്കടപ്പെടും, ഞാൻ തന്നെ ആലോചിച്ച് കാര്യം. ചിലപ്പോൾ ഞാൻ ഇല്ലാണ്ടാവാൻ തന്നെ ഞാൻ ശ്രമിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ അധികം ആർക്കും ഇങ്ങനെ മനസ്സിൽ കൊടുക്കലില്ല. കൊടുക്കും ആവശ്യത്തിന് മാത്രം. അല്ലെങ്കിൽ ഞാൻ ഓവർ കൊടുത്താൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. കൂടുതൽ അഡിക്ഷൻ വരുന്നല്ല. ഞാൻ ചിലപ്പോൾ എന്താ ഈ അടുത്ത എന്താ ചെയ്യുന്നത്, ചിലപ്പോൾ മരിച്ചു പോയേക്കാൻ പറയാൻ പറ്റൂല. അത്രത്തോളം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഒരു ട്രാൻസ് വുമൺ എന്ന നിലയിൽ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? വെല്ലുവിളി തുറച്ചു നോട്ടം, ആൾക്കാരെ തുറച്ചു നോട്ടം. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആണുങ്ങൾ തന്നെയാണ് തോന്നുന്നു. തുറച്ചു നോട്ടം, ചൂച്ചു വിളി, അതിപ്പോ ഉണ്ട് പോകുമ്പോൾ സ്ത്രീകളെല്ലാവരും നേരിടുന്ന. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രാൻസ് വുമൻസ് പറയുമ്പോൾ ആൾക്കാരെ കണ്ണിൽ ഇപ്പം അത് മറ്റേത് ആ ഒരു രീതിക്കാണ് കാണുന്നത്. നമ്മൾ ആദ്യകാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഈ ട്രാൻസിനെ ഒന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഒരു മാറ്റി നിർത്തുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പം നല്ലപോലെ ജോലി സ്ഥലങ്ങളിലായാലും അല്ലെങ്കിൽ കുടുംബത്തിലായാലും എല്ലാവരും അംഗീകരിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ടെന്ന് ഫർസാനക്ക് തോന്നുന്നുണ്ടോ? തോന്നിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെടുന്നു, പല പ്രോഗ്രാമിനും വിളിക്കുന്നു, ജഡ്ജായിട്ടും അങ്ങനെ ഒരുപാട്. ആദ്യകാലങ്ങളിൽ അതങ്ങനെ ഇല്ല, ഇപ്പം കുറച്ചുകൂടി ഉണ്ട് തോന്നുന്നു. ആൾക്കാരെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മളെ പോകാനായാലും. ഇപ്പം ഫർസാന ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയ ലൈഫ് അല്ലാതെ വേറൊരു ജോലി ചെയ്യുന്നുണ്ടോ? വേറൊരു ജോലിയൊന്നും, ഞാൻ മോഡലായിരുന്നു. ഇപ്പം തടിച്ചതിന് ശേഷം അത് ബ്രേക്ക് ആയിട്ടുള്ളത്. തടിച്ചവർക്ക് ഇപ്പം അത് എന്താ പറയുക, പ്ലസ് സൈസ് എന്ന് പറഞ്ഞ മോഡൽ. പ്ലസ് സൈസ് മോഡലാണ്, പക്ഷെ ഞാനിപ്പോൾ തടി കുറക്കാൻ പോകുന്ന. തടി കുറച്ചിട്ട് പഴയതുപോലെ തന്നെ പോകും. സങ്കടം തോന്നുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് മന്ത്ര ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ, അതെന്താണ്? എവിടെയെങ്കിലും പോകും, യാത്ര പോവും, അല്ലെങ്കിൽ നല്ലോണം തിന്നു, കരയും. ആര് കാണിട്ട് കരയും. കരഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താക്കും, എന്താ ഉള്ള വെച്ച് തിന്നു, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് തിന്നു, വീട്ടിലെന്താ വെച്ച് തിന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് ജസ്റ്റ്
കറങ്ങാൻ പോകും അല്ലെങ്കിൽ സിനിമക്ക് പോകും. അതാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതിലേക്ക് ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് നിൽക്കൂല, വേറെ ചെയ്യുന്നു. ഈ തലശ്ശേരിയിൽ നമുക്ക് ഒരുപാട് കടലും കാര്യങ്ങളും, കണ്ണൂർ ജില്ലയിൽ തന്നെ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന ഒരു ഇതുണ്ടോ? ഒറ്റക്ക് അങ്ങനെ പോക്കില്ല. ഒന്നിക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ പോകും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്നെങ്കിൽ കിടന്നുറങ്ങും. കിടന്നുറങ്ങിയിട്ട് സങ്കടം തീർക്കും അല്ലേ? ഫർസാനയ്ക്ക് തലശ്ശേരി എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഫുഡ് ഏതാ? ബിരിയാണി അല്ല, തലശ്ശേരി ബിരിയാണി പറയരുത്, വേറൊരു ഫുഡ് ചോദിക്കുകയാണെങ്കിൽ? ഇറച്ചിച്ചോറ്, മുട്ടമാല, കല്ലുമക്കായി. ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഏതാ? കണ്ണൂർ ചോദിക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട്, ഈറ്റിംഗ് സ്പോട്ട്? സോഫ്റ്റിലെ മട്ടൻ ബിരിയാണി ഇഷ്ടമാണ്. വീട്ടിലെ ഭക്ഷണമാണോ പുറത്തുള്ള ഭക്ഷണമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? വീട്ടിലത്തെ ഭക്ഷണമാണ്. ഫർസാന കൂടുതലായിട്ട് കുക്കൊക്കെ ചെയ്യാറുണ്ട്. സ്പെഷ്യൽ എന്താ ഫർസാൻ്റെ? ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. നല്ലപോലെ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പം പുറത്തോട്ടേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ നാട്ടിലൊരു ഫുഡ് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു യാത്ര ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. ഡൽഹി പോയ സമയത്ത് ആടെ അങ്ങനത്തെ ഫുഡെല്ലാം കിട്ടാം. അപ്പോൾ ഞാൻ തിന്നുന്ന സൈഡിലോട്ട് കീരിയെല്ലാം പോകുന്നത്, പെരിച്ചായി. അന്നേരം പിന്നെ ഒന്നും പറയാൻ ഞാൻ പറഞ്ഞില്ല, മനുഷ്യന്മാരെ എവിടെ പോയാലും പിന്നെ സാഹചര്യം മാറണം. അങ്ങനെ ഉള്ള തിന്ന് പച്ചമുളക് അങ്ങനെ തിന്ന്. അതിനൊരു ഡയലോഗ് ഉണ്ട് നമ്മുടെ നാട്ടില്, ചേരയെ തിന്ന് നാട്ടിൽ പോയാല് നടുക്കഷ്ണം തിന്നണം. അപ്പൊ അതിനനുസരിച്ചിട്ട് അവിടെ പോയ സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാണോ ചെയ്യുക ഫുഡിന്റെ കാര്യത്തിലൊക്കെ? ഒരു പെണ്ണായാലും ഇങ്ങനെ വേണം, അടക്കം ഒതുക്കം വേണം, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളെ ഇടയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് ഫർസാന എങ്ങനെയായിരിക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും? അത് ഒരാൾ ഇഷ്ടമാണ്, എങ്ങനെ നടക്കണം എന്നില്ല. അത് ഒരാളെ പേരിൽ ഒരു കാര്യം അടിച്ചമർത്തരുത്. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ നടക്കട്ടെ എന്ന് ഞാൻ വിളിക്കും. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പാറി നടക്കട്ടെ, അത്രേ ഞാൻ പറയും. ഫർസാന ഇപ്പം ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞു. മുഴുവനായിട്ട് സർജറി കഴിഞ്ഞ് പൂർണ്ണമായൊരു സ്ത്രീ ആയിട്ടാണോ ഇപ്പോൾ ഉള്ളത്? അതെ അതെ. അപ്പൊ ഒരു കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഇൻട്രസ്റ്റ് ഇല്ല. അതെന്തുകൊണ്ടാ? ഞങ്ങൾക്ക് അങ്ങനത്തെ കല്യാണമൊന്നും ഇഷ്ടമല്ല. കല്യാണം സിംഗിൾ ലൈഫ് കല്യാണത്തിന് താല്പര്യമില്ല. അതുപോലെ എനിക്ക് ഉണ്ടായിരുന്നൊരു ഡൗട്ടാണ്, നമ്മൾ ഈ എറണാകുളം അങ്ങോട്ടേക്കൊക്കെ ട്രാൻസ് വുമൺ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ കണ്ണൂർ ഏരിയയിലുണ്ട് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിലായിരിക്കും, എനിക്ക് അങ്ങനെ അറിവുണ്ടായിരുന്നില്ല. ഞാൻ ഫർസാനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഏരിയയിലൊക്കെ ട്രാൻസ് വുമൺസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫൈറ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്? ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്, തമ്മില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? അത് പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഇടയിലുണ്ട്. ഇപ്പം പുതുതായിട്ട് നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ്മെൻ അങ്ങനെയൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ അതിനകത്ത് ഫർസാന പങ്കെടുത്തിരുന്നു? ഇല്ല, ഞാൻ പോയിട്ടില്ല, പങ്കെടുത്തില്ല. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇതിൽ ഈ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഫേക്ക് പേഴ്സണും ഉണ്ട്, ഫേക്ക് ആയിട്ടുള്ളവരും ഉണ്ട്. പക്ഷെ അവരൊന്നും എന്താ പറയുക, സ്വന്തം ജെൻഡർ ഇല്ലാണ്ട് പകൽ അങ്ങനെ രാത്രി ആ ഒരു രീതിക്ക് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊന്നും ഇല്ലാണ്ടാക്കാനല്ല തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. പക്ഷെ ഞാൻ അതിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഈ ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷമൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ട്രാൻസ്ജെൻഡർ ആയെന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, അക്സെപ്റ്റ് ചെയ്യൂല. കാരണം അവര് പൗരുഷം അവിടെ കാണിച്ചല്ലോ. അതെ, ഫർസാനെ പോലുള്ള ആൾക്കാര് ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം ഐഡന്റിറ്റി മനസ്സിലാക്കി എനിക്കിനി മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ സ്വന്തമായി റിസ്ക് എടുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വരെ സർജറി ഒക്കെ ചെയ്ത ആൾക്കാർ. അപ്പം അങ്ങനെ ഒരാളാണെങ്കിൽ ചെറുതിലെ അത് മനസ്സിലാക്കി അങ്ങനെ സർജറി ചെയ്യൂലേ? ഇങ്ങനെ ഒരു കല്യാണമൊക്കെ ചെയ്യും, മനസ്സിലായി. ഇത് കല്യാണം കഴിച്ച് മക്കളും ഉണ്ടായി, പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂലല്ലോ. അത് അവരെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഒരു സോഷ്യൽ മീഡിയ ഒരു എന്താ പറയാ, അറിയില്ല, എന്താ എനിക്കറിയില്ല അവരെ പറ്റിയിട്ടുണ്ട്. ഞാൻ അവരെ ഒരിക്കലും കണ്ട് അക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ സംസാരിക്കാൻ പോലും ഞാൻ നിൽക്കൂല. ഫർസാന ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഒരുപാട് ഫിൽറ്ററൊക്കെ ഉപയോഗിക്കില്ല. പക്ഷെ ഞാൻ കണ്ടതിനെ വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലെ തന്നെ ഫിൽറ്ററൊന്നും ഉപയോഗിക്കാതെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഫർസാന. അപ്പം ഫിൽറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സുന്ദരിയാണ് എന്നൊരു ബോധ്യം മനസ്സിൽ എപ്പോഴാണ് എന്താ പറയുക വന്നിട്ടുണ്ടായിരുന്നത്? ആദ്യം എനിക്കൊരു മടിയുണ്ടായിന്. കാരണം ആ ടൈമിൽ ഫിൽറ്റർ മെയിനായിട്ട് ഞാൻ പണ്ടെല്ലാം ഇടുന്നത് വെച്ചാൽ അന്നേരം ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യലില്ല. നമ്മളെ ഹെയർ റിമൂവൽ റിഡക്ഷൻ ലേസർ, അതായത് ഹെയർ പോകുന്നത് ചെയ്യലില്ല. അന്നേരം ആ സമയം ചെയ്യാൻ നിൽക്കുമ്പോൾ ശരിക്കും ഈ പച്ചപ്പെല്ലാം മനസ്സിലാവും, നമ്മുടെ ഫേസിൽ താടീൻ്റെ മീശേൻ്റെ പച്ചപ്പ് മനസ്സിലാവും. അത് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്യില്ല. കാരണം
ഫേസിൽ ഇപ്പം താടി രോമം ഒന്നും ഇല്ലല്ലോ. ഈ സർജറി എന്ന് പറയുന്നത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം ആയിരുന്നില്ലേ? പെയിനാണ്. അപ്പം അത് എങ്ങനെ ആ സമയങ്ങളൊക്കെ ഒറ്റയ്ക്ക് കടന്നു പോയത് എങ്ങനെയാണ്? കാരണം ഉമ്മാൻ്റെ ഒറ്റ മോനായി വളർന്നതാകുമ്പോൾ നല്ലപോലെ എന്താ പറയുക കൊഞ്ചലും കാര്യങ്ങളൊക്കെ കിട്ടി വളർന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പം ആ ഒരു സമയം ഒറ്റപ്പെട്ടവരൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ എമി എന്നൊരു രേച്ചിണ്ടായിട്ടില്ല. അവരാണ് എന്നെ നോക്കിയത്. സർജറി ചെയ്ത സമയത്ത് സർജറി ചെയ്യാൻ പോകുമ്പോൾ ടെൻഷനാണ്. എൻ്റെ ബ്രസ്റ്റ് സർജറി ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക പേടിയുണ്ടായിന്. ഞാൻ മരിച്ചു പോകുന്ന വരെ ഞാൻ ചിന്തിച്ചു പോയിന്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രസ്റ്റ് വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഏച്ചിനെ വിളിച്ച് കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. ഞാൻ മാറിയല്ലോ ആ ഒരു സന്തോഷം. ഉമ്മാനോട് ഇത് ആ സമയത്ത് സർജറിക്ക് പോകുന്ന സമയത്ത് ഉമ്മാനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല? അന്നേരം ഉമ്മ അക്സെപ്റ്റ് അല്ലല്ലോ, ആ ടൈം ഒന്നും അക്സെപ്റ്റ് അല്ല. സർജറി ചെയ്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉമ്മാനെ വിളിച്ചു പറഞ്ഞു എൻ്റെ സർജറി ചെയ്തു. അപ്പോൾ ഉമ്മ കുറേ കരഞ്ഞിന്, എന്തിനാണ് ചെയ്തത്, വേദന സഹിക്കുന്നുണ്ടോയെന്നറിയില്ല. പിന്നെ ഉമ്മക്ക് മനസ്സിലായി. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ 50K മേലിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. 50K എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു കാര്യമൊന്നും അല്ല, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ ഇപ്പം നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന രീതിയൊക്കെ മാറിയിട്ടുണ്ടോ? ഒരു കുത്തിനോട്ടം മാറ്റി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് പോകുന്ന വ്ളോഗർ പോകുന്ന ഫർസാന പോകുന്ന ആ രീതിക്ക് പറയില്ല. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് ചിരി വരും. അങ്ങനെയുള്ള കാര്യം പറയാം, ഞാനിങ്ങനെയൊക്കെ ആയി എന്ന് നോക്കുമ്പോൾ ചിരി വരും. പക്ഷെ ഒന്നും ഇല്ലാത്തടത്ത് സീറോന്ന് പൊന്തിയ നാളെ ഞാൻ ഒന്നും ഇല്ലാത്തടത്ത് വന്നതിന്റെ ആ ഒരു ഇതുണ്ട്, ആ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് കൊളാബറേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് ജീവിക്കാനുള്ള വരുമാനം അതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം തട്ടുമുട്ടി പോകാനുള്ളത് കിട്ടുന്നുണ്ട്. നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലോട്ടേക്ക് പോയാലോ? ഞാൻ ചെറിയ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാം, പെട്ടെന്ന് കിട്ടുന്ന അതിൻ്റെ ഉത്തരങ്ങൾ തന്നാൽ മതി. ഫർസാനയുടെ ശത്രുക്കൾക്ക് കൊടുക്കുന്ന ഒരു നോട്ടം ഒന്നും എനിക്ക് ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുമോ? നമ്മൾ ഈ ശത്രുക്കളെ കാണുന്ന സമയത്ത് ഒരു നോട്ടം ഉണ്ടാവല്ലോ, അനിഷ്ടപ്പെടാത്തവരോട്. അതെങ്ങനെയാണെന്ന് ക്യാമറയിൽ കാണിക്കാം. ശത്രുക്കളോട് ഇങ്ങനെയാണോ പെരുമാറുക? ഞാൻ അങ്ങനെ തിരിച്ചു തള്ളോ, അത്രയേ ഉള്ളൂ. ആദ്യമായി കിട്ടിയ ശമ്പളം എന്തിനു വേണ്ടി ഉപയോഗിച്ച്? നമുക്കിപ്പോൾ ഇൻസ്റ്റ കൊളാബറേഷനിലൂടെ എന്തിനെങ്കിലും കിട്ടിയ ഒരു പൈസ, ആദ്യമായിട്ട് കിട്ടിയ ഒരു ശമ്പളം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വീട്ടിലേക്കൊരു ഫ്രിഡ്ജ് വാങ്ങി. മാഷാ. ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ലവ് മാരേജ്. ഒരു ദിവസം അദൃശ്യമാകാൻ പറ്റിയാലോ എവിടെ പോവും? മദീനയിൽ പോവും. ഇഷ്ടമുള്ള മലയാള നടൻ ഓർ നടി? അർജുൻ അശോകൻ നടൻ. പഴയ ആൺരൂപത്തിലുള്ള ഫോട്ടോ കാണുമ്പോൾ ഇപ്പോൾ തോന്നുന്ന ഫീല്? എങ്ങനെ മനസ്സിലായില്ല? പഴയ ആൺരൂപത്തിലുള്ള ഫോട്ടോ കാണുമ്പോൾ ഇപ്പം തോന്നുന്ന ഫീല്? ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്വഭാവം? ഇറിറ്റേഷൻ ആക്കല്. സോഷ്യൽ മീഡിയയിൽ ഫർസാനിൻ്റെ റേറ്റ് 1 to 10 കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കും? 10ൽ 10. ലോകത്തോട് ഒറ്റ വാക്ക് പറയാനുള്ളത്? ഞാനിതാന്ന്. 10 വർഷം കഴിഞ്ഞുള്ള ഫർസാനെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ കളവിയായിരിക്കും. 10 വർഷം കൊണ്ടോ? പറയാൻ പറ്റില്ല. ഈ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാരോട് പെട്ടെന്ന് ഒറ്റ വാക്കിലൊരു കാര്യം പറയാനുണ്ടെങ്കിൽ? ഫോളോ ചെയ്യാൻ മറക്കണ്ടേ. എന്നെ മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇതിൽ ചിലപ്പം ഇതിൻ്റെ അടിയിൽ ചിലപ്പം ബാഡ് കമൻ്റ് എല്ലാം വരും. അതെനിക്ക് പറയാനുള്ള മെയിൻ റീസൺ. കാരണം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും നമ്മളെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുത്തി നോക്കാൻ വേണ്ടി ഒരുപാട് ബാഡ് കമൻ്റ് ഇടും. എനിക്ക് അവരോടൊന്നും പറയുന്നത് നിങ്ങൾ എത്ര വേണം കിട്ടോ, എനിക്കൊരു മൈൻഡില്ല. കാരണം എനിക്ക് എൻ്റെ മേത്തുനിന്ന് ഒരു രോമ്പോന്ന് ഫീൽ ചെയ്യുള്ളൂ. ഫർസാന കണ്ണൂർ ഭാഷയിൽ ഒരാളെ ഒരു തെറി വിളിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്കെന്തായിരിക്കും? മോനെ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് ഇന്നത്തെ സമൂഹം വെച്ച് പുലർത്തുന്ന തെറ്റായ ധാരണ എന്തൊക്കെയാണ്? ചില ആളെ കണ്ണിൽ ഇപ്പം വെച്ച് കെട്ടാന്നുള്ളൊരിതുണ്ട്. അതായത് ചില ആൾക്കാർക്ക് അറിയില്ല സർജറി ചെയ്ത് മാറാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ചില ആളിപ്പം പറയുന്നത് അവർ ബോളെല്ലാം വെച്ച് കിടക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് കാണുന്ന തെറ്റായ ധാരണകളുണ്ട്. പിന്നെ അവരെപ്പം ബെടക്കാന്ന് ആ ഒരു രീതി. കാരണം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് ഒന്നും ജോലി കിട്ടുന്നില്ല. പക്ഷെ ഇപ്പം കിട്ടുന്നുണ്ട്, എന്നാലും കുറവാണ്. അപ്പം നമുക്ക് സർജറി ചെയ്യണമെങ്കിൽ നമുക്ക് ആരും പൈസ തരാനില്ല. അപ്പം അധികം ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെക്സ് വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ സർജറി ചെയ്തത്. അതിന് പറയാൻ മടിയില്ല. കാരണം എനിക്ക് പൈസ കൊണ്ട് തരാൻ ആരുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ശരീരം വിറ്റിട്ടുള്ള പൈസ കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ ഇപ്പോൾ അധികം അങ്ങനെ തന്നെ ജീവിക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ നാളെ എൻ്റെ അവസ്ഥ എന്താ പറയാൻ പറ്റുമല്ലോ. ചിലപ്പോൾ ഞാനും ഇറങ്ങേണ്ടി വരും. ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരം ഇവരതിന് വേണ്ടിയിട്ട് മാറുന്നതാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് സെക്സ് വർക്കിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ വേഷം മാറുന്നത് എന്നുള്ള രീതിക്ക് അങ്ങനെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ സിനിമയിലും സീരിയലിലും ട്രാൻസ് വ്യക്തികളെ അവതരിപ്പിക്കുന്ന രീതിയെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത്?
നല്ല നല്ല റോളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു രീതിക്കാണ് കാണുന്ന കൊടുക്കൽ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല ഒരു എന്താ പറയുക മെയിൻ സ്ക്രീനിൽ കാണുന്ന രീതിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഫർസാൻ ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായി സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ജോലി ചെയ്തിട്ടുണ്ടായി. ഈ സർജറിക്ക് ഒരുപാട് ചിലവ് വരുന്നുണ്ടോ? ഏകദേശം 6-7 ലക്ഷം റുപ്യ എല്ലാം ആവും. അത് കേരളത്തിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ 6-7 ലക്ഷം റുപ്യ ആവും. ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പം ചിലപ്പം ഡൗണും മേള മാത്രമല്ല ചെയ്യാം. അവർക്കിപ്പം ഫേസിൽ പണ്ടത്തെ വരെ ഫേസ് ഫെമിനേഷൻ സർജറീസും ഒരുപാട് സർജറി ഉണ്ട്. ചിലപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ ഏകദേശം 10-15 ലക്ഷം റുപ്യ അടുപ്പിച്ചാവും. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടാവുന്നതെന്ന്. കഷ്ടപ്പെടുന്ന വെച്ചാൽ വേദന നോക്കാണ്ട് നമുക്ക് മാറണം എന്നുള്ള രീതി. കാരണം എനിക്ക് ആണായി ജീവിക്കാൻ പറ്റില്ല. അപ്പം ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ മാറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വേദന സഹിക്കുന്നത്. അപ്പം കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പം ഇതൊരു മെൻ്റലായിട്ടുള്ളൊരു പ്രശ്നമാണ്, മാനസിക രോഗമാണ്. അത് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്ത് റെഡിയാക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ റെഡിയാക്കാൻ നമുക്ക് പറ്റുമോ? അതൊരിക്കലും പറ്റൂല. കാരണം 1-2 ദിവസം കൊണ്ടല്ലല്ലോ നമ്മളിങ്ങനെ മാറുന്നത്. ഒരുപാട് കാലം ആലോചിച്ച് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഭവമല്ലേ ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് മാറാൻ അങ്ങനെയൊന്നും പറ്റുന്ന കാര്യമില്ല. കാരണം എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ഉമ്മ പിറക്കുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊരിക്കലും മാറില്ല, ആ കുട്ടീൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണ്. ഒന്നിക്ക് ആ കുട്ടീനെ ഇഷ്ടത്തിന് വിടുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം എൻ്റെ വീട്ടുകാർക്ക് സാമ്പത്തികമില്ല. ഒന്നാമത് ആ ടൈം എനിക്ക് ബാപ്പി ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മയോട് പറഞ്ഞു സംസാരിച്ച് ഉമ്മനെ പുറത്താക്കി. അപ്പോൾ ഞാൻ ഒരുപാട് എറണാകുളത്ത് കോൺടാക്ട് ചെയ്ത് പിന്നെ ഞാൻ ഇവിടുന്ന് ഉമ്മയോട് പറയേണ്ട ദിവസം പോയി. എന്നിട്ടാണ് അവിടെ നിന്ന്. അപ്പം നിന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫാമിലിയിൽ നിന്നും, ഒരുപാട് പ്രശ്നം. പിന്നെ അതൊന്നും നോക്കാണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ മുന്നോട്ട് പോയി. ഇപ്പം ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർ ഉയർന്ന നിലയിൽ ഉയർന്ന വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് ആരെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ട് ഫർസാനിക്കുണ്ടോ? ഇല്ല, അങ്ങനെ ആരും ഇല്ല. ഇൻസ്പിറേഷൻ ഫർസാന ഞാൻ തന്നെ. എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഫർസാനിക്ക് ഒരു ദിവസം ഒരു അവസരം കിട്ടുവാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും സമൂഹത്തിൽ കൊണ്ടുവരാം? വീടില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വീട് വെച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ റോട്ടിലെല്ലാം കിടക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവർക്കെല്ലാം നല്ല ഫുഡ്, നല്ല വസ്ത്രം. അതായത് കേരളത്തിൽ ഒരാൾക്കും ദാരിദ്ര്യം ഇല്ലാത്ത രീതിക്ക്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പറഞ്ഞാൽ അങ്ങനെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്താലും ഇല്ലെങ്കിലും ലാസ്റ്റ് കുറ്റം നമ്മളെ വെക്കാൻ വരും. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി പോവാം. ഇപ്പോഴും ഉണ്ടാവുമല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫർസാനിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഉപദേശം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഒന്ന് വേണം. എഡ്യൂക്കേഷൻ എന്തെങ്കിലും വേണം. അതിപ്പം എന്തായാലും എഡ്യൂക്കേഷൻ വേണം, കയ്യിൽ പൈസ വേണം, എന്നാലും ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. പിന്നെ പരമാവധി വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ വീട്ടുകാരെ കൂടെ തന്നെ താമസിക്കാം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റ് സെക്ഷനിലൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവരെ ചേർത്ത് പിടിക്കേണ്ടതാണ്. ഇപ്പം ബിഗ് ബോസ് പോയതിനു ശേഷം അതിലനോറയ്ക്ക് ഒരുപാട് ഹെയ്റ്റ് കിട്ടിയ അവർ ഇപ്പം സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരാൾക്കാരായി മാറിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് അമ്മമാർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മാറ്റത്തിന് ഫർസാൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ടിങ് തൊട്ടിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് ഇപ്പം തോന്നുന്നത്? ആ ഒരു ഫീൽ എന്താണ്? ഇപ്പം അധികം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്താണെന്നുള്ളത്. പണ്ടത്തെവർക്കാണ് മനസ്സിലാവാത്തത് എന്താണെന്നുള്ളത്. അവർക്ക് ഇത് ആലോചിക്കുമ്പോൾ എന്താ ഈ ഞാൻ പറഞ്ഞ സർജറിയെ കുറ്റിയൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവരെ കോൺസെപ്റ്റ് അറിയുമ്പോൾ അയ്യോ ഇത് വേറെന്തോ ആണെന്നുള്ള രീതിക്ക്. പക്ഷെ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അംഗീകരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഫർസാൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് നല്ല ഫ്രണ്ട്സ്, പിന്നെ ആഗ്രഹിക്കാണ്ട് വരുന്ന കൊളാബ്, പ്രൊമോഷൻസ്. ഞാൻ ഇതൊന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത്. പക്ഷേ എന്തോ അറിയില്ല, ഒരു സുപ്രഭാതത്തിന് ഞാൻ വിരിച്ച് ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ വീട്ടിൽ ഓരോ ദിവസം ഉണ്ടാക്കുന്ന ഫുഡ് ഇന്നിങ്ങനെ ഞണ്ട് മുറിക്കുന്ന വീഡിയോസ് അങ്ങനെ ഇട്ടിട്ട് വൈറലായി. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് എവിടുന്ന കൊളാബ് കിട്ടിയെന്ന് അറിയില്ല. അങ്ങനെ ഒരു കൊളാബ് ചെയ്തതിന് ശേഷം PR വർക്കെല്ലാം വരാൻ തുടങ്ങി. ഒരുപാട് വരാൻ തുടങ്ങി. ആദ്യം വൈറലായ വീഡിയോ ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യം വൈറലായ വീഡിയോ ഒരു ഫർദി ഇട്ടിട്ടുള്ളൊരു വീഡിയോ തോന്നുന്നു വൈറലായത്. കൂടുതലും പർദ്ദ വീഡിയോസ് കാണാറുണ്ട്. അതിനകത്ത് പർദ്ദ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇപ്പൊ പിന്നെ ചൂടായോണ്ട് പർദ്ദ ഇല്ല, ചുരിദാർ. വ്ളോഗിങ്ങിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താ? ഒരു ബുദ്ധിമുട്ട് എന്താണ് വ്ളോഗിങ്ങിൽ? ഇത് എന്താ പറയാ, നമ്മള് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചില സ്പോട്ടിൽ ഇപ്പം നമ്മൾ എന്താ പറയാ, നമ്മളോട് കൺഫേം ആക്കിയിട്ട് വിളിക്കും ഇന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ഇന്ന് പോയാൽ പറയും ഇന്ന് വരണ്ട, 2 ദിവസം കഴിഞ്ഞിട്ടും. അപ്പോൾ ഒരു ദേഷ്യം വരാറുണ്ട്. പിന്നെ വിളിച്ചപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യൂല. കാരണം അത്ര റിസ്ക് എടുത്ത് നമ്മൾ പോകുമ്പോൾ പിന്നെ ആടെ എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇവരൊന്ന് ഓൾറെഡി നമ്മൾ വരുന്നതിന് 1 മണിക്കൂർ മുന്നേ
ഒന്ന് മെസ്സേജോ വിളിച്ചോ സംസാരിച്ച് ഇന്ന് വരണ്ട, ഇന്നിങ്ങനെയാണ് കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ്, പിന്നെ ആടെ എത്തിയിട്ട് പിന്നെ തിരിച്ചയക്കുന്ന പോലെ നമുക്ക് എന്തോ സങ്കടം വരും ഉള്ളിൽ. പിന്നെ പിന്നെ വിളിച്ചാൽ ഞാൻ കോൾ എടുക്കുകയില്ല, മൈൻഡ് ആക്കുകയില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ലപോലെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടല്ലോ. കൊറോണയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അത് അന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തോന്നിയിട്ടുണ്ട്. ആ ടൈം ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും സെക്സ് വർക്ക് ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടിയല്ല, നമ്മളൊരു ആഗ്രഹത്തിലോട്ടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇത് ഈ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും അതിന് എന്തൊക്കെ ജോലികളുണ്ട് നമ്മൾ സമൂഹത്തിൽ എന്ന് ചോദിക്കും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ട്രാൻസ് വുമൺ എന്നുള്ള ഒരു കാറ്റഗറിയിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും എന്താണെന്നുള്ള. കാരണം ഒന്ന് തുറച്ചു നോട്ടം. ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് ജോലി കിട്ടിയാൽ ഒരു ദിവസം ഓക്കെ, രണ്ടാമത്തെ ദിവസം തോണ്ടൽ പിടിക്കൽ അങ്ങനത്തെ ഇതുണ്ടാവും, പിന്നെ മൂന്നാമത്തെ ദിവസം പുറത്താവും. ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാളും ഉണ്ട് തോന്നുന്നു, കൂടുതലായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം സ്ത്രീകൾ നോർമലി എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെയല്ല. ഇപ്പോൾ ഈ ലോകത്ത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും സേഫ് അല്ലാന്ന് ഞാൻ പറയും. ഫർസാനയ്ക്ക് കിട്ടിയ ഏറ്റവും മോശം അനുഭവം എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? മോശം എന്ന് പറഞ്ഞാൽ ഞാൻ ചില സ്ഥലങ്ങൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഒരുമാതിരി ആക്കി ചിരി കളിയാക്കലെല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാനത് ആ സ്പോട്ടിൽ പ്രതികരിക്കും. പിന്നെ ഒരു ഷോപ്പിൽ പോയ സമയത്ത് ഒരു ഏച്ചി, അതാണ് 9 നിൽക്കുന്ന മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നാട് പറഞ്ഞ ഏച്ചീൻ്റെ വീട്ടിൽ മക്കളുണ്ടാവില്ലേ, ഭാവിയിൽ കാണാം നമുക്കെന്ന് പറഞ്ഞു. ഒരുപാട് പെണ്ണുങ്ങൾ വായ കൂട്ടി. ഈ സെക്ഷൽ ഹാരാസ്മെന്റ് സ്വന്തം ലൈഫിൽ നേരിട്ട ഫസ്റ്റ് അനുഭവം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ഫർസാന? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എറണാകുളത്ത് പോയ സമയത്ത് അതിന് മുന്നേ ഒരു ഫ്രണ്ട് ഉണ്ടായിന്, മെന്നാണ്. അപ്പോൾ അദ്ദേഹം എന്നോട്, ഞാൻ അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാളോട് ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ എപ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ ടൈം അത് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ മാറിയതിന് ശേഷം ഒരുപാട് അനുഭവമുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ കുറേ ആൾക്കാർ ട്രിപ്പെല്ലാം പോകാന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന്, എൻ്റെ മനസ്സ് അങ്ങനെയാണ്, ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ വേഗം കയറിപ്പോകും. അത് വണ്ടി ആരായാലും ഞാൻ നോക്കൂല. അങ്ങനെ പോയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഫാമിലി സൈഡിൽ നിന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ചെറുതിലോ? ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഫർസാനയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് എന്തിലാണ്? ഞാൻ ആനായിന്നുള്ള ഒരു തോന്നല്. സ്ത്രീ എന്നല്ല, ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ് അങ്ങനെ ആലോചിക്കുന്നത്. പെണ്ണ് എന്നുള്ള പദവി എനിക്ക് വേണ്ട. അങ്ങനെ പറയാൻ കാരണം ഞാൻ ഒരിക്കലും ഒരു പെണ്ണല്ലല്ലോ, ഞാൻ മെയിൽ ടു ഫീമെയിൽ അല്ലേ, ആളിൽ നിന്ന് വന്ന സ്ത്രീ ആയതുകൊണ്ട് ട്രാൻസ് വുമൺ തന്നെ പറയാൻ എവിടെ പോയാലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഞാൻ പെണ്ണാന്ന് പെണ്ണിനെ പോലെ ഞാൻ ആരോട് പറയില്ല, എനിക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ ഈ ജാസിയൊക്കെ ഞാനിപ്പോ പ്രസവിക്കാൻ പോവാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, കുറച്ചുകൂടെ വൈറലാവാനായിരിക്കാം, അതെനിക്കറിയില്ല. അറിയാൻ ആ വ്യക്തിൻ്റെ കാര്യം ഞാൻ നോക്കുന്നില്ല. കാരണം ഞാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അവരെന്ത് വേണമെങ്കിൽ കാട്ടിക്കൂട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് പക്ഷെ നിങ്ങളെ പോലുള്ള കമ്മ്യൂണിറ്റിനെ പറയിപ്പിക്കുന്ന രീതിക്കാണ് ചെയ്യുന്നത്. ബുദ്ധിമുട്ട് മീൻസ് അത് ആ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് കണ്ടെടുത്തോളം ആ വ്യക്തിക്ക് സോഷ്യൽ മീഡിയ അറ്റൻഷൻ, അതായത് കുറച്ചുകൂടെ വൈറലാവണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്ത് ചെയ്തിട്ടായാലും എനിക്കൊന്ന് വൈറലാകണം. ജാസി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറയുന്നത് മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു ട്രാൻസ് വുമൺ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കൂല, എനിക്ക് ഇഷ്ടമല്ല. അംഗീകരിക്കില്ല. ഫർസാന്റെ മുഫീദായിരുന്ന സമയത്തുള്ള ഫോട്ടോ അങ്ങനെ കയ്യിലുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ ആ സമയം മെലിഞ്ഞ കൊട്ട, ആ ഒരു ഇത് എനിക്കിപ്പോൾ ഉണ്ട്. കാരണം പണ്ട് ഞാൻ മെല്ലിട്ടാലും ഇപ്പൊ ഇങ്ങനെ തടിച്ചു പോയത്, ആ ഒരു ഇതുണ്ട്. ചില ആൾക്കാർക്ക് പേര് പോലും തുറന്നു പറയാൻ മടിയാണ്. മുമ്പ് വീഡിയോയുടെ അടിയിൽ മുഫീദായിട്ട് കമന്റ് ചെയ്തു, പക്ഷെ ഞാൻ മൈൻഡാക്കൂല. ആരും അതുകൊണ്ട് കമന്റ് ചെയ്യാനൊന്നും വരണ്ട. കമന്റ് ചെയ്താലും പ്രശ്നമില്ല. കാരണം ഞാനിപ്പോ ആരാന്ന് എനിക്കറിയാം, എന്റെ വീട്ടുകാർക്കറിയാം, നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പം ഞാനൊരു കമന്റ് സെക്ഷനിൽ, ഫർസാന്റെ ഒരു കമന്റ് സെക്ഷനിൽ ബർത്ത്ഡേന്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് ഒരാൾ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വേർഡ് ഉപയോഗിച്ചിട്ട്. അത് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കമന്റുകൾ വരുന്ന സമയത്ത് അപ്പോൾ അവരോട് പ്രതികരിക്കുമെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അത് കാണുന്ന സങ്കടം തോന്നും. ഇല്ല, ഞാൻ കമന്റ് നോക്കലില്ല. എന്തിട്ടാലും കമന്റ് ഞാൻ നോക്കൂല. അപ്പോൾ നല്ല കമന്റ് മാത്രം ഞാൻ നോക്കും. ബാഡ് കമന്റ് ആണെങ്കിൽ ഒന്നിക്ക് ഡിലീറ്റ് ആക്കും, അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ട് ഒന്നിക്ക് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് മൈൻഡ് ആക്കി ആഡ് വന്നോട്ടെ. കാരണം കുരക്കുന്ന പട്ടി കുരച്ചോട്ടെ എന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഈ വേദനിപ്പിക്കുന്ന ആൾ എൻ്റെ നാട്ടുകാരനെ ആയിരിക്കും. എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ അയൽവാസി, ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തിപ്പുറത്തുള്ളവരോ, അവരിനെ ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ടെന്ന് വേണ്ടി കമൻറ്റ് ഇടും. പക്ഷെ എനിക്കത് മനസ്സിലാവും ചെയ്യും ആരാണെന്നുള്ളത്. അവർ വിചാരിക്കുന്ന ഫർസാനയ്ക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. അവരങ്ങനത്തെ അല്ല, അവർ കഴിക്കും നമ്മിങ്ങനെ കമൻറ്റിൽ ഇടുമ്പോൾ ഓള് ഭയങ്കര ഡൗൺ ആവും, പക്ഷെ ഞാൻ ഡൗൺ ഒന്നും ആവില്ല. അങ്ങനെ
തൊട്ടടുത്ത കടയിലൊക്കെ പോകുമല്ലോ നമ്മുടെ വീടിനടുത്തല്ല. അപ്പം പണ്ട് മുഫീദായിട്ട് ജീവിച്ചിട്ട് ഇപ്പൊ ഫർസാനയായിട്ട് പോകുമ്പോൾ അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഭയങ്കര സപ്പോർട്ടീവാ. എൻ്റെ സ്വന്തം നാട്ടിൽ ഉമ്മാൻ്റെ നാട്ടിൽ തന്നെ, ഉമ്മാൻ്റെ നാട്ടിൽ ഞാൻ ജെൻസ് നാട്ടിൽ ഷോപ്പിൽ പോകുമ്പോൾ നീ എപ്പാ വന്നത് സുഖമല്ലേ അങ്ങനെ ചോദിക്കുന്ന ഷോപ്പുകാരുണ്ട്. നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടീവാ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഇപ്പം ഒരുപാട് ട്രാൻസ് വുമൺ, അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ട്രാൻസ്ജെൻഡേഴ്സിനുണ്ടായ ഒരു മോളുണ്ടല്ലോ, ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പാരന്റ്സ് പറഞ്ഞിട്ട് കിട്ടിയതൊക്കെ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ലൈഫിലോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ എനിക്ക് ഫിനിക്സ് പക്ഷീനെ പോലെ പാറ നടക്കും. അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചിറകുകള് അറ്റുപോകുന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ എന്താ പറയാ ഞാനിങ്ങനെ ഒരുപാട് വേദന സഹിച്ചിട്ടോ, വേദന ഈ സർജറി അല്ല, ആൾക്കാരെ കുത്തുവാക്കെല്ലാം കേട്ടിട്ട് വന്നോണ്ട്. കാരണം നമുക്കിപ്പോൾ നമ്മളെ കൈവിൽ ഒരു മുറിവ് സംഭവിച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങും 2-3 ദിവസം കൊണ്ട്. പക്ഷെ നമ്മളെ ഉള്ളിൽ മുറിവുണ്ടാക്കിയാൽ അത് പെട്ടെന്ന് ഉണങ്ങൂല, അത് ഉള്ളിൽ തന്നെ ഉണ്ടാവൂലേ, അത് പെട്ടെന്ന് ഉണങ്ങൂലല്ലോ. അപ്പം ഞാൻ നേരിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നടക്കുന്നത്. കാരണം എന്താ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വൾഗറല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ നല്ല രീതിക്കുള്ള ഡ്രസ്സിങ് നല്ല രീതിക്ക് അങ്ങനെ നടക്കുന്നത്. ഞാൻ എൻ്റെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നടക്കുന്നത്. പക്ഷേ ആൾക്കാരെന്താ പറയുന്നത് ഞാൻ നോക്കൂല, അങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഫർസാനയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? എല്ലാവരും മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരെ കാണാൻ പറ്റുമോ കാണുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് ഒരു മൂലയ്ക്ക് വേദനിപ്പിക്കാണ്ട് വെക്കുക. ഫർസാനയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളായിരിക്കും എന്നതിനേക്കാൾ വലിയതായി ഈ ലോകത്ത് വേറെ ഒന്നും തന്നെയില്ല. നെഗറ്റീവ് കമൻറ്റുകൾക്കും തുറിച്ചുനോട്ടങ്ങൾക്കും മുകളിൽ തൻ്റെ ആത്മവിശ്വാസം കൊണ്ട് ഫർസാന തീർത്ത ഒരു ലോകമുണ്ട്. അത് പലർക്കും ഒരു കരുത്താണ്, ഒരു ഉത്തരമാണ്. ഫർസാനയ്ക്ക് എല്ലാ ബെസ്റ്റ് വിഷസും നമുക്ക് നേരാം. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായി ചെയ്യുക. പുതിയൊരു ഗസ്റ്റുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.